അസ്സലാമലൈക്കും ഫ്രം ദുആ ബുട്ടീക്ക്. ദുആൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഡ്രസ്സ് എന്ന് പറയുന്നത് എൻ്റെ ഡ്രീം പ്രൊജക്റ്റായിരുന്നേ. ആസ് എ ഡിസൈനർ മമ്മ ആസ് ഐ എക്സ്പെക്റ്റഡ് അത് പെർഫെക്റ്റ് ആയിട്ട് വന്ന് അതിന് നല്ല റീച്ചും കിട്ടി, പിന്നെ അതേപോലെ നല്ല അപ്രിസിയേഷനും കിട്ടി. പക്ഷെ അതിന് പിന്നിലൊരു ബാക്ക് സ്റ്റോറിയും ഒരു കഷ്ടപ്പാടും എല്ലാം ഉണ്ട്. അതെന്താന്ന് കണ്ടാലോ? ആസ് ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു തീം അങ്ങ് ഡിസൈഡ് ചെയ്തു. ഏഞ്ചൽ ബട്ടർഫ്ലൈ എന്ന് പറയുന്ന തീം ഞാനങ്ങ് ഡിസൈഡ് ചെയ്തു. പിന്നെ ഡ്രസ്സിൻ്റെ റെഫറൻസ് എന്ന് പറയുന്നത് ഇതായിരുന്നു ഫസ്റ്റ് ഞാൻ ചൂസ് ചെയ്തത്. പക്ഷെ ചെയ്തു വന്ന സമയത്ത് 2 ലെയർ എന്ന് പറയുന്നത് 1 ലെയറായിട്ട് മാറി വന്നു. ഇനി ഇത് കസ്റ്റമൈസ് ചെയ്തെടുത്തത് കാണാം. ആസ് യൂഷ്വൽ എൻ്റെ പാർട്ട്ണർ ഹന്നത്തിനെയും കൂട്ടിയിട്ട് എൻ്റെ മയിൽ വാഹനത്തിൽ നമ്മൾ തലശ്ശേരിയിലേക്ക് വിട്ടു. ആൻഡ് ഇപ്പോൾ ഇതൊക്കെ കാണുന്ന നേരം ഐ മിസ് ദോസ് ഡേയ്സ്. ഓളോട് ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് ഓള് മൊത്തം 1 അവർ എടുത്തെന്ന് തോന്നുന്നു. ഡ്രസ് മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാൻ നമ്മൾ പോകുന്നത് പരാഗിലാണ്. മെറ്റീരിയൽസിന് ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഓപ്ഷൻ ഇൻ തലശ്ശേരി ഓൾവേസ് പരാഗ് തന്നെയാണ്. അവിടുന്ന് എല്ലാം ഒരുമിച്ച് ഒപ്പിച്ച് കൊണ്ടുവരലാണ് മെയിൻ പണി എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ ഒരാളെ കണ്ടുപിടിച്ചു. ബോട്ടം അപ്പർ ലെയർ കിട്ടി, ബട്ട് ബോട്ടം ലെയർ നെറ്റ് മാച്ചിങ് ഉണ്ടായില്ല. അങ്ങനെ നേരെ വണ്ടി വിട്ടു സെഞ്ചുറിയിലേക്ക്. അങ്ങനെ സെഞ്ചുറിയിൽ നമുക്ക് മാച്ചിങ് നെറ്റും കിട്ടി. തിരിച്ച് പരാഗിൽ പോയി നമ്മുടെ സംഭവം എല്ലാം കളക്ട് ചെയ്ത് കട്ടിങ്ങും സ്റ്റാർട്ട് ചെയ്ത് സ്റ്റിച്ചിങ്ങും സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ഞാൻ ടെയിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്തു. അങ്ങനെ നമുക്ക് നെയിം അറ്റാച്ച് ചെയ്യേണ്ടതാണ്, ദുആ അമാൽ എന്ന് പറയുന്ന അറബിക് ലെറ്റർ. പിന്നെ അപ്പർ ലോവർ പോർഷനൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എന്തോ ഒരു മിസ്റ്റേക്ക്, ഒരു പെർഫെക്ഷൻ കുറവ് പോലെ എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോഴേക്ക് ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്ത വിങ്സും സ്റ്റിക്കും ഹെഡ് ബാൻഡും ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞു. അമ്മേ അസീമെല്ലാം പറഞ്ഞ് അത് കുഴപ്പമൊന്നുമില്ല, നീ വിട്ടേക്ക്, ഇതിന് ഇത്ര പണിയുണ്ട്, എനിക്ക് പെരാതാണോ, രണ്ടാമത് മാറ്റി അഴിച്ച് പിന്നെയും സ്റ്റിച്ച് ചെയ്യാൻ എത്ര ബുദ്ധിമുട്ടുണ്ട്. ബട്ട് ഓഫ് കോഴ്സ് ആണ്, എന്നാലും ഞാൻ പിന്നെയും ചെയ്തു. പിന്നെ ദുആൻ്റെ സ്വന്തം ഭാവ നെയിമൊക്കെ അറ്റാച്ച് ചെയ്ത് പെർഫെക്റ്റ് ആയി കിട്ടി. അപ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷമായി. ഇപ്പോൾ ഒരു റാഹത്തായില്ലേ കാണാൻ, സംഭവം അടിപൊളിയായി. ദുആൻ്റെ നെയിം ചെയ്തത് നഹ. ടെയിൽസ് ഓഫ് ഫൈന എന്ന് പറയുന്ന പേജ് ഉണ്ട് മൂപ്പർക്ക്. എൻ്റെ ബ്രദറിൻ്റെ വൈഫാണ്. ഷീസ് വണ്ടർഫുൾ, അടിപൊളിയായി ചെയ്തിട്ടുണ്ട് മാഷാഅല്ലാ. പേജ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡു ചെക്ക് ആൻഡ് ഫോളോ ഹെർ. വീഡിയോഗ്രാഫി ഒക്കെ ചെയ്തത് SOK വർക്ക്സ് ആണ്. അവരും അടിപൊളിയായി ചെയ്തതാണ്. പിന്നെ ഡെക്കോർ ഏഞ്ചൽ ബട്ടർഫ്ലൈ തീം എന്ന് പറയുന്നത് നമ്മൾ ഡെക്കോ പോയിന്റ് എന്ന സാധനങ്ങൾ കളക്ട് ചെയ്തിട്ട് ഞങ്ങൾ കസിൻസൊക്കെ കൂടിയിട്ട് അടിപൊളിയായിട്ട് അങ്ങ് കംപ്ലീറ്റ് ചെയ്തു. ബട്ട് ടാസ്ക് ആയിരുന്നേ ഡെക്കോറും ഇൻഡോർ ഷൂട്ടും കംപ്ലീറ്റ് ചെയ്തിട്ട് ലൈറ്റ് പോകുന്നതിന് മുന്നേ മുഴപ്പിലങ്ങാട് ബീച്ചിൽ പോയിട്ട് വേണം ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് കുറച്ച് ടാസ്ക് ആയിരുന്നെങ്കിൽ പോലും അതും എങ്ങനെയൊക്കെയോ കംപ്ലീറ്റ് ചെയ്തു. ദുആൻ്റെ മൂഡ് നല്ല അലമ്പായിരുന്നു, എന്നാലും കുഴപ്പമില്ല, മോള് നല്ലോണം കോപ്പറേറ്റ് ചെയ്തു. പിന്നെ തിരിച്ച് വീട്ടിൽ വന്നിട്ടായിരുന്നു ഫംഗ്ഷനും കേക്ക് കട്ടിങ്ങും ഫുഡും ഒക്കെ. ദുആക്ക് ആദിക്കാക്കൻ്റെ സൈക്കിളൊക്കെ കിട്ടി. കേക്ക് നമ്മുടെ പന്തക്കല്ലിനുള്ള കേക്ക് സ്റ്റോറി എന്നായിരുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. ഇതാണ് ദുആൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ സ്റ്റോറി. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സപ്പോർട്ട്.